നമസ്കാരം. ഹമാസും അതിലെ ഭീകരരും നമ്മുടെ നാട്ടിലെ ചിലർക്ക് പോരാളികളും പോരാളികളുടെ സംഘടനയും മാത്രമാണ്. ഇസ്രായേൽ ചെയ്യുന്ന ആക്രമണങ്ങൾ മാത്രമാണ് ഈ കൂട്ടർ കാണുന്നതും ആ ആക്രമണം മാത്രമാണ് അവരെ വേദനിപ്പിക്കുന്നത്. എന്നാൽ ഹമാസ് ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ എന്തുകൊണ്ട് ഇവർ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവുണ്ടാകില്ല. അക്രമങ്ങൾ മാത്രമല്ല, ലൈംഗിക അതിക്രമങ്ങൾ പോലും ഒരു യുദ്ധമുറയായി ഈ കൂട്ടർ ഉപയോഗിക്കുകയാണ്. ഇവരെ എങ്ങനെ പോരാളികളായി കാണാൻ സാധിക്കുന്നു എന്നും ചോദിക്കേണ്ടി വരികയാണ്. ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നടന്ന ആക്രമണത്തിനിടെയും അതിനുശേഷവും ഹമാസ് തടവിലാക്കിയവരോട് കാട്ടിയ ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രയേൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ ഒരു വിവരങ്ങളുള്ളത്. ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയും മറ്റുള്ളവരും നേരത്തെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും പുറത്തു വന്നതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ റിപ്പോർട്ടാണിത്. അതിജീവിച്ചവരും സാക്ഷികളുമായ 430 പേരുടെ വീഡിയോ അഭിമുഖങ്ങൾ, ഭീകരർ തന്നെ പകർത്തിയ 10,000-ലധികം ചിത്രങ്ങളും വീഡിയോകളും, ഔദ്യോഗിക രേഖകൾ, ആക്രമണം നടന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള മറ്റ് തെളിവുകൾ എന്നിവ ആധാരമാക്കിയാണ് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ബലാത്സംഗം, ലൈംഗിക പീഡനം, കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചുള്ള ലൈംഗിക അതിക്രമങ്ങൾ തുടങ്ങി 13 തരം ക്രൂരതകൾ ഇതിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. മുൻപെല്ലാം തന്നെ ആരോപണങ്ങൾ ഹമാസ് ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ പുറത്തു വന്ന ഈ റിപ്പോർട്ടിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. കുടുംബ ബന്ധങ്ങൾ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയും ഇവർ അക്രമങ്ങൾ നടത്തി. ബലാത്സംഗത്തിനോ ലൈംഗിക അതിക്രമത്തിനോ ഇരയായവരിൽ അധികം പേരും തലയ്ക്കും വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് ഭീകരർ തന്നെ ഒരു സെക്സ് ഡോൾ പോലെയാണ് ഉപയോഗിച്ചതെന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പുരുഷനും സാക്ഷ്യപ്പെടുത്തുന്നു. സ്ത്രീകൾ ജീവനോടെ ഇരിക്കുമ്പോഴും മരണശേഷവും അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. മൃതദേഹം പോലും ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട്. മുൻ ബന്ധുക്കളിൽ ചിലർ തങ്ങൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും മറ്റിരകൾ, മെഡിക്കൽ സ്റ്റാഫ്, തെറാപ്പിസ്റ്റുകൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരോട് മാത്രമാണ് തങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇരകളെ വേദനിപ്പിക്കാനും മാനസികമായി തകർക്കാനും അവരുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളെ തന്നെയാണ് ഭീകരർ ആയുധമാക്കിയത്. ഇതിനെ കൈനോസിഡൽ സെക്ഷൽ വയലൻസ് എന്നാണ് അന്വേഷകർ വിശേഷിപ്പിച്ചത്. തടവിലാക്കപ്പെട്ടവരെ തട്ടിക്കൊണ്ടുപോയവർ നിർബന്ധപൂർവ്വം വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഒരുമിച്ച് തടവിലാക്കപ്പെട്ട ബന്ധുക്കളെ പരസ്പര ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുക തുടങ്ങിയവ അതിൽ ചില മാർഗങ്ങളായിരുന്നു. ചില സംഭവങ്ങളിൽ ഇരകൾ അവരുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അക്രമികൾ തങ്ങളുടെ ക്രൂരതകളുടെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ ഇരകളുടെ കുടുംബാംഗങ്ങൾക്ക് തത്സമയം കാണിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്. നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്ന് രക്ഷപ്പെട്ട റാസ് കോഹൻ താൻ നേരിൽ കണ്ട ഒരു ആക്രമണത്തെക്കുറിച്ച് വിവരിച്ചിരുന്നു. പുരുഷന്മാർ വാഹനത്തിൽ നിന്ന് ഒരു സ്ത്രീയെ വലിച്ചിറക്കി ബലമായി വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ബലാത്സംഗം ചെയ്യുന്നതാണ് താൻ കണ്ടതെന്നായിരുന്നു അവർ വെളിപ്പെടുത്തിയത്. മരണശേഷം അവർ അവളെ ബലാത്സംഗം ചെയ്തുവെന്നും കോഹൻ വെളിപ്പെടുത്തുകയുണ്ടായി. പരസ്യമായ നഗ്നതാ പ്രദർശനത്തിന് ജനനേന്ദ്രിയങ്ങൾ വികൃതമാക്കുന്നതിനും സ്ത്രീകൾ ഇരകളായിട്ടുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരെയും ആൺകുട്ടികളെയും പ്രായമായവരെയും എല്ലാം തന്നെ ഹമാസ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രേഖകളിലെ മിക്ക കാര്യങ്ങളും അതീവ ഭയാനകമായതിനാലും ഇരകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സ്വകാര്യത സംരക്ഷിക്കുന്നതിനുമായി കമ്മീഷന്റെ ആർക്കൈവ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഏകദേശം 2 ഡസനോളം വരുന്ന ഇസ്രയേൽ ഗവേഷകരും ആർക്കൈവിംഗ്, ഡോക്യുമെന്റേഷൻ എന്നീ മേഖലകളിലെ വിദഗ്ധരും നിരവധി അന്താരാഷ്ട്ര സംഭാവന നൽകിയവരും ചേർന്നാണ് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പല ഇരകളും കൊല്ലപ്പെട്ടത് എങ്ങനെയെന്നും ചില മൃതദേഹങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നും നിർണ്ണയിക്കാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷകർ പറയുന്നു. പ്രത്യേകിച്ച് സംഘർഷ സാഹചര്യങ്ങളിൽ ലൈംഗിക അതിക്രമങ്ങളെ അതിജീവിച്ചവരും സാക്ഷികളും ഇത് വെളിപ്പെടുത്താൻ സമയമെടുക്കുമെന്നും അല്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് വരാൻ പോലും സാധ്യതയുണ്ടാവില്ല എന്നും കമ്മീഷൻ പറയുന്നു. വെളിപ്പെടുത്തലുകൾ ഇനിയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ ഹമാസിന്റെ ക്രൂരതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുമെന്നും അവർ പറയുന്നു. ഒക്ടോബർ 7-ന് നടന്ന കൂട്ടക്കൊലകൾക്കിടയിലും ഗാസയിലെ തുരങ്കങ്ങളിലും സുരക്ഷിത താവളങ്ങളിൽ വെച്ച് മാസങ്ങളോളം പലരും അതിക്രമങ്ങൾ നേരിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പ്രവർത്തികൾ യുദ്ധക്കുറ്റങ്ങളും മാനവരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും വംശഹത്യയുമാണെന്നും കമ്മീഷൻ നിഗമനത്തിലെത്തുകയുണ്ടായി.